ചോദിച്ചു, ഇത് സുപ്രിയ എഴുതിയതല്ലേ? സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതിയെന്ന് പൃഥ്വി. എമ്പുരാനിലെ പാട്ടുകഥ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എമ്പുരാന്റെ ടീസർ ആരാധകർക്ക് ആവേശക്കാഴ്ചയാവുകയാണ്. ടീസറിനൊപ്പം തന്നെ തീം സോങ് ലൈക്ക് എ ഫ്ലെയിമും ചർച്ചയായി കഴിഞ്ഞു. പൃഥ്വിരാജ് വരികൾ കുറിച്ച ഗാനം ഗായികയും ഇന്ദ്രജിത്ത് പൂർണിമ ദമ്പതികളുടെ മകളുമായ പ്രാർത്ഥനയാണ് ആലപിച്ചത്. ദീപക് ദേവ് ഈണമൊരുക്കിയിരിക്കുന്നു. നിരവധി പ്രത്യേകതകളോടെ ഒരുങ്ങുന്ന എമ്പുരാന് വേണ്ടി സംഗീതമൊരുക്കാനായതിന്റെ അഭിമാനത്തിലാണ് ദീപക് ദേവ്. ചിത്രത്തിന്റെ സംഗീതത്തിലും ഏറെ സർപ്രൈസുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എമ്പുരാന്റെ വിശേഷങ്ങളുമായി ദീപക് ദേവ് മനോരമ ഓൺലൈനിനൊപ്പം. ലൂസിഫറിനും രണ്ടാം ഭാഗമായ എമ്പുരാനും വേണ്ടി സംഗീതമൊരുക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ വലിയ ചിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എമ്പുരാനു വേണ്ടി സംഗീതം ചെയ്യുന്നതിനെ പറ്റി ചർച്ച വന്നപ്പോൾ ലൂസിഫറിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു. തികച്ചും പുതിയൊരു സിനിമ പോലെയല്ല, മറിച്ച് ലൂസിഫറിന്റെ തുടർച്ചയായി ചെയ്തിട്ട് പുതിയ കാലത്തെ മാറ്റങ്ങളും സംഗീതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൂസിഫർ പുറത്തിറങ്ങിയിട്ട് 6 വർഷമായി. ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പ്രേക്ഷകർ സിനിമ കാണുന്ന രീതിയും സിനിമ ചെയ്യുന്ന രീതിയുമൊക്കെ ഒരുപാട് മാറി. ആ മാറ്റങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ചിത്രത്തിന്റെ സ്കെയിൽ അനുസരിച്ച് സംഗീതം മാറിയിട്ടുണ്ട്. ലൂസിഫറിനെ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളും എമ്പുരാന്റെ സംഗീതത്തിൽ വന്നു പോകുന്നുമുണ്ട്. കാലാനുസൃതമായ മാറ്റങ്ങളുള്ള സിനിമയും സംഗീതവുമാണ് ഒരുക്കിയിരിക്കുന്നത്. എന്റെ കരിയറിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ചിത്രമാണ് എമ്പുരാൻ. അതിൽ യാതൊരു തർക്കവുമില്ല. കുറെ വർഷം മുൻപ് ഉറുമി ചെയ്യുമ്പോഴും ലൂസിഫർ ചെയ്യുമ്പോഴും അതുവരെ ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ പടങ്ങളായിരുന്നു അവ. ഇന്നുവരെ ചെയ്തതിൽ വെച്ച് എമ്പുരാനായിരിക്കും ഇനി എന്നെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക. എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. സംവിധായകൻ ഉൾപ്പെടെ എല്ലാവരും തങ്ങളുടെ പരമാവധി പരിശ്രമിച്ചു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ജനങ്ങൾക്ക് കിട്ടണം. അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. എമ്പുരാന്റെ ടീസർ ന്യൂ ഇയറിന് റിലീസ് ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ്. എന്നാൽ വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞു ചെയ്യാം എന്ന് പൃഥ്വി പറഞ്ഞു. പിന്നീട് ടീസറിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. തക്ക സമയത്ത് ടീസർ പുറത്തിറക്കിയതിന്റെ ഫലം കാണാനുമുണ്ട്. മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. മലയാളികൾ മാത്രമല്ല, രാജ്യമൊന്നാകെ എമ്പുരാനെ കാത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. പൃഥ്വിരാജ് ആദ്യമായാണ് ഒരു പാട്ടിന് വരികൾ എഴുതുന്നത്. അത് പാടിയിരിക്കുന്നതാകട്ടെ ഇന്ദ്രജിത്തിന്റെ മകൾ പ്രാർത്ഥനയും. തികച്ചും അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. ഒരു ഇംഗ്ലീഷ് പാട്ടിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അത് ആര് പാടുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ദ്രന്റെ മകൾ പാടുമല്ലോ, നമുക്ക് അവളെ കൊണ്ട് പാടിച്ചു നോക്കാമെന്ന്. പൃഥ്വിയും ആ തീരുമാനം അംഗീകരിച്ചു. പ്രാർത്ഥന പാടി കേൾപ്പിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ആ കുട്ടി തന്നെ പാടിയാൽ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. പ്രാർത്ഥന വളരെ അർപ്പണബോധമുള്ള ഗായികയാണ്. ആ കുട്ടി ഇതുവരെ പാടിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എമ്പുരാനിലെ പാട്ട്. എന്റെ മക്കൾ രണ്ടുപേരും സംഗീതം പഠിക്കുന്നവരാണ്. അവർ ഇംഗ്ലീഷ് പാട്ടും പാടും. ഇരുവരും നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥനയെ വിളിച്ചത്. അവർ ഉണ്ടെങ്കിൽ ആദ്യം അവരെ കൊണ്ട് പാടിച്ചു നോക്കിയേനെ. പക്ഷെ പ്രാർത്ഥന പാടിയപ്പോൾ ആ പാട്ടിന് ഇതിനേക്കാൾ നല്ല ഗായികയെ വേറെ കിട്ടില്ല എന്നാണ് തോന്നിയത്. യാദൃശ്ചികമായാണ് പൃഥ്വി പാട്ടെഴുത്തുകാരനായത്. ആരെ കൊണ്ടാണ് എഴുതിക്കുക എന്ന് ഞങ്ങൾ കൂടിയാലോചന നടത്തിയിരുന്നു. ഫോക്ക് കൾച്ചറിലുള്ള ഭാഷ പോരാ, വളരെ ആഴത്തിൽ അർത്ഥമുള്ള ബൗദ്ധികമായ പ്രത്യേകതകളുള്ള വരികൾ തന്നെ വേണമായിരുന്നു പാട്ടിന്. അതിനു പറ്റിയാൾ ആരാണെന്ന് ആലോചിക്കവേ പൃഥ്വി പറഞ്ഞു, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് വേണോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഇഷ്ടമായെങ്കിൽ എടുത്താൽ മതിയെന്നും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്നും പൃഥ്വി മറുപടി നൽകി. പൃഥ്വി എഴുതിയ വരികൾ കണ്ടപ്പോൾ അതിനേക്കാൾ മികച്ചത് ഇനി കിട്ടാനില്ല എന്ന് എനിക്ക് മനസ്സിലായി. നല്ല ബുദ്ധിയും താളബോധവും ഒക്കെയുള്ള ആളാണ് പൃഥ്വി. പിന്നെ ഈ സിനിമയുടെ സൃഷ്ടാവ് എന്ന നിലയിൽ ആ വരികൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത് എന്ന് പൃഥ്വിയേക്കാൾ മനസ്സിലാക്കുന്ന വേറൊരാൾ ഉണ്ടാകില്ലല്ലോ. എല്ലാം കൊണ്ടും എഴുതി വന്നപ്പോൾ നന്നായി. അങ്ങനെ പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു കുഞ്ഞു പാട്ടാണ് അത്. ലൈക്ക് എ ഫ്ലെയിം എഴുതുമ്പോൾ പൃഥ്വിയും കുടുംബവും വിദേശത്തായിരുന്നു. താൻ എഴുതാമെന്ന് പറഞ്ഞ് പൃഥ്വി ഏറ്റെടുത്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ വരികൾ തയ്യാർ. പൃഥ്വി എനിക്കയച്ച ലിറിക്സ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് പൃഥ്വി എഴുതിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സുപ്രിയ എഴുതിയതല്ലേ എന്നും ഞാൻ ചോദിച്ചു. സുപ്രിയ പുറത്തു പോയതാണെന്നും തന്റെ കൂടെ ഇപ്പോൾ മകൾ മാത്രമേ ഉള്ളൂവെന്നും പൃഥ്വി അറിയിച്ചു. വരികൾ താൻ എഴുതിയതാണെന്നും സൗകര്യമുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതിയെന്നും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരുത്തലുണ്ടെങ്കിൽ പറഞ്ഞോളൂ, മാറ്റി എഴുതി തരാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പക്ഷെ അതിൽ യാതൊരു തിരുത്തലുകളും വേണ്ടി വന്നില്ല. വിഷ്വലിനെ ചേരുന്ന രീതിയിൽ തന്നെയായിരുന്നു വരികൾ. എമ്പുരാന് വേണ്ടി 3 പാട്ടുകളാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 5-ലെത്തി നിൽക്കുന്നു. ചിത്രത്തിന്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ സിറ്റുവേഷനിൽ പാട്ട് വന്നാൽ നന്നാകുമെന്ന് തോന്നും. അങ്ങനെയാണ് എണ്ണം കൂടിയത്. എല്ലാം കഴിഞ്ഞ് പശ്ചാത്തല സംഗീതം ചെയ്തപ്പോൾ പോലും പാട്ടുകൾ ചേർക്കുന്നുണ്ട്. ഇനിയും പാട്ടുകളുടെ എണ്ണം കൂടിയേക്കാം. കഥാസന്ദർഭത്തിനനുസരിച്ച് സംഭവിച്ചു പോകുന്നതാണ് അതൊക്കെ. മാത്രവുമല്ല, ചിത്രത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പാട്ട് കൂടിയുണ്ട്. എമ്പുരാൻ ചെയ്തു കഴിഞ്ഞിട്ട് മറ്റേത് വർക്കും എടുക്കൂ എന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം ഒരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പോയാൽ ഈ വർക്കിലെ ശ്രദ്ധ മാറും. ആര് വിളിച്ചാലും ഞാൻ പറയുന്നത് അതാണ്. എന്തെങ്കിലും ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിലാകും എന്റെ ശ്രദ്ധ. തലവൻ എന്ന സിനിമയ്ക്ക് മാത്രമാണ് അതിനിടയിൽ സംഗീതമൊരുക്കിയത്. 8 മാസങ്ങൾക്ക് മുൻപാണ് തലവൻ ചെയ്തത്. എമ്പുരാന്റെ ഷെഡ്യൂൾ ബ്രേക്ക് ആയിരുന്ന സമയത്ത് ഏറ്റെടുത്ത പ്രൊജക്റ്റാണ്. തലവന്റെ സംവിധായകൻ ജിസ് ജോയുടെ നിർബന്ധപ്രകാരമാണ് ആ ചിത്രം ചെയ്തത്. ജിസ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്.